ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ തളിർ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. വിവിധ സ്കൂളുകളിൽ നടന്നുവന്ന NSS സഹവാസ ക്യാമ്പുകൾക്കാണ് സമാപനമായത്. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സഹവാസ ക്യാമ്പ് അങ്ങാടിക്കടവ് സേക്രട്ടേറിയറ്റ് ഹൈസ്കൂളിലാണ് നടന്നത്. വിവിധ പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. സമാപന ദിവസം അങ്ങാടിക്കടവ് ടൗണിൽ നടത്തിയ തെരുവ് നാടകം ഏറെ ശ്രദ്ധേയമായി. സമൂഹത്തിനെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബോധവൽക്കരണ തെരുവ് നാടകം കാണികളിൽ കൗതുകവും NSS വോളണ്ടിയർമാരിൽ ആവേശവും ഉളവാക്കി. അധ്യാപകൻ JH രവീന്ദ്രൻ രചന നിർവഹിച്ച് അധ്യാപകൻ വിൻസെന്റ് പീറ്റർ സംവിധാനം ചെയ്ത തെരുവ് നാടകത്തിൽ NSS വോളണ്ടിയർമാർ അഭിനേതാക്കളായി. ക്യാമ്പിൽ നിന്ന് നിരവധി നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്നും ക്യാമ്പിൽ നിന്ന് ലഭിച്ച ഊർജ്ജം പൊതുനന്മയ്ക്കായി ചിലവഴിക്കുകയാണ് ലക്ഷ്യമെന്നും വോളണ്ടിയർമാർ അഭിപ്രായപ്പെട്ടു. 7 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന് പ്രിൻസിപ്പൽ ബീന M. കണ്ടത്തിൽ, NSS പ്രോഗ്രാം ഓഫീസർ അനുജ് ജോർജ്, ജീനസ് ഫ്രാൻസിസ്, സ്കൂളിലെ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS യൂണിറ്റിന്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനമായി. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഇത്തവണത്തെ സഹവാസ ക്യാമ്പ് അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. നിരവധിയായ പ്രവർത്തനങ്ങളാണ് 7 ദിവസങ്ങളിലായി NSS വോളണ്ടിയർമാർ സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി ഇവിടെ നടത്തിയത്. ശ്രദ്ധേയമായത് ഒരു തെരുവ് നാടകമാണ്. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കത്തക്ക നിലയിൽ സമൂഹത്തെ നല്ല നിലയിൽ നയിക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ തെരുവ് നാടകം ജനങ്ങളിൽ കൗതുകവും അതിലേറെ NSS വോളണ്ടിയർമാർക്ക് ആഹ്ലാദവും സന്ദേശവുമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ക്യാമ്പിൽ നിന്ന് ലഭിച്ച ഈ ഊർജം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി NSS വോളണ്ടിയർമാർ അവരുടെ സ്കൂളുകളിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. പിടിക്കടാ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.